തൃശൂർ പൂരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ. ഓരോ വർഷവും തൃശൂരിന്റെ ഹൃദയഭാഗത്ത് ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചുകൂടി ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം തൃശൂർ പൂരം കേരളത്തിന്റെ സംസ്കാരവും ആചാര പരമ്പരയും ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു മഹോത്സവം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ട് കണ്ട് പൂരത്തിലേക്ക് നമ്മൾ ലയിച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. തൃശൂർ പൂരം ഒരു ഫെസ്റ്റിവൽ മാത്രമല്ല, അത് കേരളത്തിന്റെ കലയും ഐക്യവും ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു മഹത്തായ പാരമ്പര്യം. ഒരിക്കലെങ്കിലും കാണണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കണം. പൂരം കാണാൻ മാത്രമുള്ളതല്ല, കേൾക്കാൻ കൂടിയുള്ളതാണ്. പഞ്ചവാദ്യവും ചെണ്ടമേളവും താളം പിടിച്ച് അനുഭവിക്കാനുള്ള ഒന്ന്. പൂരത്തിന് മതമോ ജാതിയോ ഇല്ല, എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി ഒരേ ആവേശത്തോടെ ആസ്വദിക്കുന്ന ഒന്ന്. ഇത് തന്നെയാണ് തൃശൂർ പൂരം നമുക്ക് തരുന്ന സന്ദേശവും. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം, ഞാൻ പൂരം കാണാനായിട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ്. കുടമാറ്റം തുടങ്ങാറായി കേട്ടോ. എല്ലാവരും കടന്നു തുടങ്ങി തിരക്കാവും. പിന്നെന്തിനാ പിന്നെ അതിലൂടെ ഇങ്ങനെ ഓരോരോ ആനകളായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുടമാറ്റം കാണാൻ നമുക്ക് അതിലൂടെ പോകാൻ പറ്റത്തില്ല. നമ്മൾ ഇതിലൂടെ ഈ റാമ്പിലൂടെ നടന്ന് കയറി പോകണം. ഞങ്ങളാൽ അങ്ങോട്ട് പോട്ടെ. നല്ല തിരക്കാണ്, റാമ്പിൽ നല്ല തിരക്കാണ്. ഉണ്ടോ ഓരോരുത്തർ ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് കുടമാറ്റം കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും അങ്ങോട്ട് പോകാം. ഒടുക്കത്തെ വെയിലാണ്. നല്ല തിരക്കാണ്. എന്തായാലും ഞാൻ ഇവിടുന്ന് ഒരു സംഭാരം വാങ്ങിക്കൊടുക്കട്ടെ. ഇതുപോലുള്ള ഒരുപാടുണ്ട് കേട്ടോ, ഐസ്ക്രീം, വെള്ളം, സംഭാരമൊക്കെ വെക്കുന്ന. ഈ തിരക്ക് കഴിയൊന്നുമില്ല. എന്തായാലും ഞാൻ കുടിക്കുന്നവരെ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഈ ആൾത്തിരക്കിൻ്റെ ഇടയ്ക്ക് ഈ പൂരം കാണുന്നതാണ് രസം. ഈ ഒരു ആൽമര ചുവട്ടിൽ നിൽക്കുമ്പോൾ നല്ല ആശ്വാസമാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റുമുണ്ട്. ആനക്കുള്ള പട്ട കൊണ്ടുമാണ്.
കുടമാറ്റം ഇവിടെ നിന്നാണെന്നാണ് തോന്നുന്നത്. പൂരത്തിന് ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെറുതെ നടന്ന് കളിക്കുകയാണ്, ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കാം. നല്ല തിരക്കാനുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മളിപ്പോൾ വന്നത്. അപ്പോൾ ആദ്യം ഇളഞ്ഞിത്തരം മേളാണ് ഉണ്ടാവുക, അതിനുശേഷം കുടമാറ്റം. ആ രണ്ട് സൈഡിൽ നിന്നായിട്ടാണ് കുടമാറ്റം ഉണ്ടാവുക. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവിടെ ജനസാഗരമായിരിക്കും. ഇപ്പോൾ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പുലർച്ചെ 3 മണിക്കാണ് വെടിക്കെട്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ കുടമാറ്റത്തിന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്, എല്ലാവരും ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നുണ്ടോ. നമ്മളിപ്പോൾ നടുവിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല, അമ്മാതിരി തിരക്കായിരിക്കും. പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ സംഭാരവും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഒരു സംഭാരം എടുക്കട്ടെ. ഇന്നത്തെ പത്രം ഇന്നത്തെ പുതിയ ഫോട്ടോസ് എടുക്കുന്നത് പകലത്തെ മാത്രമേ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു പത്രം വന്നിട്ടുണ്ട്. കൊള്ളാതെ
ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളൊരു പത്രമാണ്. പൂവണിഞ്ഞ് പൂരപ്പൊലിമ. ഫുൾ ഫോട്ടോസാണെന്ന് തോന്നുന്നു. 2 ഉണ്ട്. ഇപ്പോൾ സമയം 2:30 പുലർച്ചെ 3 മണിക്കാണ് വെടിക്കെട്ട്. അപ്പോൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി പോവാണ്. ഒരുപാട് പേര് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ? സംഭവിച്ചല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കഴിഞ്ഞില്ലേ, വല്ലാത്തൊരു എഫക്റ്റ് കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ പൂരം കഴിഞ്ഞു.
ഇനി അടുത്ത വർഷം ഏപ്രിൽ 26-നാണ് അടുത്ത പൂരം. എല്ലാവരും തിരിച്ചു പോവാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു പൂരം തന്നെയാണ്. ഇപ്പോൾ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. വെടിക്കെട്ട് ഒരു രക്ഷയില്ല. ഇങ്ങനെ വെടിക്കെട്ട് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവാണ്. എല്ലാം കൂടി ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ട് കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. എല്ലാവരും തിരിച്ചു പോവാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെമ്പിളിലേക്ക് തിരിച്ചു വരും. കാലിയായിരിക്കും നേരം. ഞാൻ വീണ്ടും തിരിച്ച് അമ്പലത്തിലേക്ക് വന്നു. ഇപ്പോൾ പകൽപ്പൂരത്തിന് സമയമായി. അമ്പലത്തിൻ്റെ പരിസരമൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് അതും കൂടി കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ പൂരം കഴിഞ്ഞു. ഇനി അടുത്ത വർഷം 2026 ഏപ്രിൽ 26-നാണ് അടുത്ത പൂരം. അതിനെനിക്ക് വരാൻ പറ്റുമെന്ന് അറിയത്തില്ല. വെടിക്കെട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ഉള്ളവർ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ അടിപൊളിയായിരുന്നെന്ന്. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്കറിയത്തില്ല. ഗംഭീരമായിരുന്നു. വെടിക്കെട്ടിൻ്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ ഇത്. എത്ര പേപ്പറാണുള്ളത്. ഇത് ഇനിയും റീയൂസബിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയും യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. നമ്മൾ പൂരത്തിലേക്ക് ലയിക്കണം, എന്നാലേ നമുക്കിത് പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഈ പൂരം വന്ന് കാണണം. അങ്ങനെ 2025 തൃശ്ശൂർ പൂരം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത പൂരത്തിന് എനിക്ക് വരാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും സോ ഹാപ്പി.